നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ഡ്രോയിങ് ഓർഡർ കൊറിയർ ചെയ്യാനുണ്ട്. അപ്പം അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പാക്ക് ചെയ്യാനുള്ള ചെറിയ അലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കണം. ഇപ്പോൾ കോളേജിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വേണം എനിക്കിതൊക്കെ വാങ്ങാനായിട്ട്. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കാൻ ഞാൻ വിചാരിച്ചു. കവർ ചെയ്യാനായിട്ട് എന്തായിട്ടൊരു കാർഡ്ബോർഡിന്റെ ആവശ്യമുണ്ട്. അത് ഞാൻ ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ എടുത്ത് വരുമ്പോഴേക്കും നല്ല ലേറ്റ് ആയി പോയി. ഇനി വേണ്ടുന്നൊരു സാധനം ഈ തെർമോക്കോളാണ്. തെർമോക്കോളിൽ ഞാനൊരു വലിയ ഷീറ്റാണ് വാങ്ങിയിട്ടുണ്ടായത്. അത് ഏകദേശം ഒരു 65 രൂപയോ മറ്റാണ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എനിക്ക് കട്ട് ചെയ്യാനും കൊണ്ടുപോകാനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ അവരെ കൊണ്ടുതന്നെ ഒരു 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനെ നല്ല വൃത്തിക്ക് എനിക്ക് കട്ട് ചെയ്ത് തന്നു. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു. കയ്യിലുള്ള തെർമോക്കോൾ പൊട്ടുന്ന പേടിച്ചിട്ടുണ്ടെങ്കിൽ കുടയും തുറക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇതാണ് കട്ട് ചെയ്തെടുത്ത 3 പീസ്. ഇതിന് ഫ്രെയിമിന്റെ സൈസ് നോക്കിയിട്ട് ഇനി വീണ്ടും ഇത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വാങ്ങിയിട്ടുണ്ടായത് എന്താ നോർമൽ ഒരു ബ്രൗൺ ടാപ്പാണ്. ഇത് അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. പിന്നെ ഈ ഫ്രെയിമിന്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ടേപ്പ്, ഇതൊരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന ടേപ്പാണ്. ഇതിന്റെ തന്നെ മാറ്റ് ഫിനിഷിൽ വരുന്നൊരു ടാപ്പും ഉണ്ട്. ഇതിന് ഇച്ചിരി ഗം കുറവാണ്. മറ്റേതാകുമ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. ആ ഫ്രെയിമിന്റെ ബാക്ക് സൈഡിലെ ക്ലിപ്പ് ഞാൻ ഇളക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇനി അതിനുള്ള ഫോട്ടോ വെച്ചിട്ട് വേണം അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഫ്രെയിമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. A4 സൈസിൽ വരുന്നത്. 1 ഇഞ്ചാണ് തോന്നുന്നു അതിന്റെ സൈഡിലുള്ള സൈസ് വരുന്നത്. ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ഇനിയിപ്പം ഞാൻ ഫോട്ടോ ഒക്കെ വെച്ച് പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.